നമസ്കാരം. ഇവരെങ്ങനെയാണ് ഇതൊക്കെ അറിയുന്നതെന്ന് നമുക്കറിയില്ല കേട്ടോ. പറമ്പ് കിളയ്ക്കാൻ തുടങ്ങിയ അപ്പോൾ വരും കൊറ്റികൾ. അപ്പോൾ ഇവിടെ പറമ്പ് കിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശശിയുണ്ട്, അതുപോലെ രാജേട്ടൻ, ഗംഗാധരൻ നായരൊക്കെയാണ് കിളയ്ക്കുന്നത്. പിന്നെ അപ്പുറത്ത് മോഹനുണ്ട്. എല്ലാവരും കുറേ പേരൊക്കെ നിർത്തി വിശ്രമിക്കുകയാണ്. ഇത് നമ്മുടെ തൃക്കുറ്റിശ്ശേരിയിലെ ഏക റെസിഡൻസ് അസോസിയേഷൻ, ഉഷസ് റെസിഡൻസ് അസോസിയേഷൻ്റെ കൃഷി പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറമ്പൊക്കെ പുല്ലൊക്കെ പോക്കി അവർ കിളച്ചിട്ട് ചേമ്പ്, ചേന അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാർഷിക വിളകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. നേരത്തെ പയർ, വെണ്ട അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്തിരുന്നു ഒരു വർഷം. പിന്നീടത് നിന്നുപോയി. കൊറോണയൊക്കെ വന്നല്ലോ, പിന്നെ അത് നിന്നുപോയി. ഇപ്പോൾ വീണ്ടും പുതിയ സെക്രട്ടറി ശശിയേട്ടൻ വന്നതിന് ശേഷം വീണ്ടും കൃഷിപ്പണികളൊക്കെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സെക്രട്ടറിയുടെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റും കൂടെ അതിനകത്തുണ്ട് കേട്ടോ. സെക്രട്ടറിമാർ നല്ല ഉഷാറായി കഴിഞ്ഞാൽ എല്ലാം നന്നാവുമല്ലോ അല്ലേ. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് പണ്ടേ നമ്മളിങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൊത്താനും മാന്താനൊന്നും വയ്യ. അപ്പോൾ സ്ത്രീകളാരും വന്നിട്ടില്ല, കാരണം എല്ലാവർക്കും രാവിലെ പണി ഉണ്ടാവുമല്ലോ. ഇവർ 7 മണിക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചേമ്പും ചേനയും അതുപോലെയുള്ള മഞ്ഞൾ അങ്ങനെയൊക്കെയുള്ള കൃഷികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിത്ത് വാങ്ങാനൊന്നും പോയിട്ടില്ല. നമ്മുടെ അടുത്ത് തന്നെയുള്ള നാരായണൻ നായരാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഉപദേശകൻ. കാരണം കാർഷിക ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല അറിവുള്ള ആളാണ് നാരായണൻ നായർ. അപ്പോൾ മൂപ്പരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത്. രാജേട്ടൻ്റെ പശുവിനെ അവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കറവുള്ള പശുവാന്ന് തോന്നുന്നു. പശു പുല്ലൊക്കെ തിന്നങ്ങനെ വിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറ്റികൾ എങ്ങനെയാണ് വിവരം അറിയുന്നത് നമുക്കറിയില്ല. ഇവർ പറമ്പ് കിളച്ചാൽ മതി, കൈക്കോട്ട് എടുക്കുമ്പോഴേക്കും ഇവരെത്തിക്കോളും. അതൊരു ഇതാണ് അല്ലേ ശരിക്ക്. അപ്പോൾ നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് കഥ പറയുന്നുണ്ട്. കുറച്ച് പേര് പണിയെടുക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് എടുക്കാത്തവർക്കൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് എടുക്കുമ്പോൾ അവർക്ക് ക്ഷീണമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചുറ്റിലിരിക്കുന്നുണ്ട് കുറച്ച് പേര്. അങ്ങനെ നല്ല രസമാണ്. റെസിഡൻസ് അസോസിയേഷൻ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് ഇവിടെ. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ എന്താ പറയുക, വിട്ടുവീഴ്ച മനോഭാവത്തോടെ കാണാൻ പറ്റുന്ന കുറച്ച് അംഗങ്ങളാണ് ഇപ്പോൾ ഉഷസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ടിത് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായിരുന്നാലും അതൊരു കൂട്ടായ്മയാണല്ലോ അല്ലേ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നാട്ടിലൊന്നും കുട്ടികളും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്.